ഒരുപോലത്തെ ഡ്രസ് ഇട്ടിട്ട് പുറത്തേക്ക് പോകുന്നത്. ജസ്റ്റ് 292 രൂപ ഒരു സാരി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചുരിദാർ അടുപ്പിച്ചത്. അടിപൊളിയല്ലേ? അപ്പൊ നമുക്കിനി കല്യാണപ്പുര വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു കല്യാണത്തിന്റെ രാത്രി ഇടാൻ വേണ്ടിട്ട് അവസാന ഘട്ടത്തിൽ നമ്മൾ സെറ്റപ്പ് ആക്കി എടുത്തതാണ് ഈ ഒരു ചുരിദാർ. ഇത് ജിതിനേച്ചി, ഞാനും ജിതിനേച്ചിയും തമ്മിലുള്ള ഒരു 13 കോൺവെർസേഷനും യൂട്യൂബിനെ കുറിച്ചിട്ടാണ്. കാരണം ഏച്ചിക്കും യൂട്യൂബ് ചാനൽ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കല്യാണപ്പുരക്കെത്തിയ ബ്രൈഡിന്റെ ഒപ്പം പിക്ക് എടുക്കണം, അത് നിർബന്ധമാണ്. അങ്ങനെ ബ്രൈഡിന്റെ ഒപ്പം എന്റെ അവതിന്റെ ഒപ്പം എല്ലാം പിക്ക് എടുത്ത് ശ്രീകുട്ടി സാവിക്ക് ചോറുമായിരിക്കും. ഇവരെല്ലാരും ചെറുതിലേ തൊട്ടുള്ള എന്റെ അടിപൊളി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണ് ഗൈസ്. അങ്ങനെ സാവി തിന്നുന്നുണ്ടപ്പോ അനക്കും കൊതിയായി. അങ്ങനെ ഞാനും ഫുഡ്. ചെക്കന്റെ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ബിസി ആയി പോയി. ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആയി ആടാ. എന്റെ കയ്യിലൊരു താമരയില്ലേ, അതുപോലെ എല്ലാവർക്കും വരച്ചു കൊടുക്കാൻ. സാവിന്റെ കുഞ്ഞിക്കൈ വന്നിട്ട് കുറേയോട്ടം കാണിച്ചു തന്നു, വരച്ചതാണ്. അങ്ങനെ ഞാൻ അവന്റെ പേര് എഴുതിയിട്ട് അവനെ ഒഴിവാക്കി. സക്സസ്ഫുള്ളി ഏച്ചീന്റെ കൈ ഞാൻ കൊളാക്കി കൊടുത്തു. ഡാൻസും പാട്ടൊന്നും അല്ലാണ്ട് എന്ത് മംഗലപ്പുര. അങ്ങനെ ഒരു പാട്ടിട്ട് എല്ലാരും അങ്ങ് നിന്ന് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. എനക്കെന്തോ ഡാൻസ് കളിക്കാൻ ഒരു മൂടില്ലാത്തോണ്ട് ഞാൻ അങ്ങനെ മെഹന്തിയിട്ട് ആറാടിയാണ്. ജാവിക്കാണെങ്കിൽ എന്തൊരു സന്തോഷം അറിയാം. എല്ലാരും ഡാൻസ് കളിക്കുന്നുണ്ട്. അവനാണങ്ങാടെ നിന്ന് തുള്ളുന്നുണ്ടായി. ഇനി നമുക്ക് സാരി എല്ലാം പോയിട്ട് പ്ലീറ്റ് ഇടണം, നാളെ രാവിലെ എടുക്കേണ്ടത്. അപ്പൊ ബാക്കി കല്യാണ വിശേഷങ്ങൾ നമ്മൾ നാളത്തെ വ്ളോഗിൽ ഇടാം. അപ്പൊ ശരി ഗൈസ്, ബൈ.